അതുപോലെ എ ബി വ്യാസമായിട്ടൊരു വൃത്തം വരച്ചാൽ വൃത്തത്തെ അടിസ്ഥാനമാക്കി പിയുടെയും ക്യൂയുടെയും സ്ഥാനം എവിടെയായിരിക്കും എന്നാണ് ചോദ്യം. അതായത് എ ബി ഡയമീറ്ററായി വരയ്ക്കുന്ന സർക്കിളിനെ അടിസ്ഥാനമാക്കിയിട്ട് വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് പി ആൻഡ് ക്യൂ എന്നാണ്. എന്തായിരിക്കും പിയുടെയും ക്യൂവിന്റെയും സ്ഥാനം? വൃത്തത്തിലാണോ, വൃത്തത്തിനകത്താണോ, വൃത്തത്തിന് പുറത്താണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോയിന്റ് പഠിച്ചത് എന്താണ്? വ്യാസം ആയിട്ട് വരയ്ക്കുന്ന ഈ എ ബി വ്യാസമായിട്ട് വരയ്ക്കുന്ന വൃത്തത്തിലെ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന കോണളവ് 90 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കുമെന്നും, വൃത്തത്തിനകത്താണെങ്കിൽ 90 കൂടുതൽ എന്നും, വൃത്തത്തിന് പുറത്താണെങ്കിൽ 90 കുറവ് എന്നുമാണ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ എ ബി വ്യാസമാണെങ്കിൽ, എ ബി ഡയമീറ്റർ എങ്കിൽ പി എന്ന് പറയുന്നത് എങ്കിൽ പി എത്രയാണ്? എങ്കിൽ പി 110 ഡിഗ്രിയാണ് അല്ലെ, 110 ഡിഗ്രി. എങ്കിൽ ഇത് ഏതിനേക്കാൾ കൂടുതലാണ്? 90 ഡിഗ്രിയിൽ കൂടുതൽ. 90 ഡിഗ്രിയിൽ കൂടുതലാണ്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. എന്താണ് റീസൺ? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിയുടെ സ്ഥാനം, വൃത്തത്തിന്റെ പിയുടെ സ്ഥാനം എവിടെയായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ പിയുടെ സ്ഥാനം വൃത്തത്തിനകത്ത്, എ ബി ഡയമീറ്ററായ വൃത്തത്തിന്റെ അകത്തായിരിക്കും. വൃത്തത്തിനകത്ത്. ക്ലിയർ? ഇതാണ് വൃത്തത്തിനകത്ത്. അകത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അണ്ടർലൈൻ ചെയ്യുക. വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവാണ് പി എന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതേപോലെ എങ്കിൽ ക്യൂ എന്താണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ചിഹ്നം ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 90 ഡിഗ്രിയേക്കാൾ കുറവ് ആയതുകൊണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതിനാണ് 90 ഡിഗ്രിയേക്കാൾ കുറവ് ആയതുകൊണ്ട് ക്യൂ എന്ന ബിന്ദു എവിടെയായിരിക്കും? ക്യൂ വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവായിരിക്കും. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദു എന്ന് തന്നെ കാരണം എഴുതണം കേട്ടോ. കാരണം 90 ഡിഗ്രിയേക്കാൾ കുറവുള്ളതായതുകൊണ്ട്.